നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പാലേരിയിലുള്ള കൂനിയോട് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഇന്നൊരു ഏഴോണക്കളിയുണ്ട്. ഈ നാട്ടുകാരും എല്ലാവരും തന്നെ ആ ഒരു ആഘോഷത്തിലാണ്. ഏഴോണക്കളിയുടെ ഐതിഹ്യങ്ങളും കഥകളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മോടൊപ്പം ഇവിടെയുള്ള ശ്രീ വിജയൻ നായരുണ്ട്. ഇതിനോട് നമുക്ക് ചോദിക്കാം ഇതിന്റെ ഐതിഹ്യങ്ങളൊക്കെ. വിജയൻ നായർ നമസ്കാരം. ഇത് ഏഴോണക്കളി അല്ലേ? ഏഴോണക്കളി. എന്താണ് ഇതിന്റെ ഐതിഹ്യം ഒന്ന് പറയാൻ പറ്റുമോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇത് ചിങ്ങമാസത്തില് തിരുവോണം മുതൽ തുടങ്ങും. തിരുവോണം നാളിൽ തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ഏഴോണക്കളി എന്നാണ് പറയുക. തിരുവോണം നാളിൽ നരിയെ കണ്ട് ആർക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അത് രാത്രി 8:30-9 മണിക്ക് ഈ അങ്ങാടി സ്ഥലത്ത് വെച്ച് തുടങ്ങും. അത് രാത്രിയാണ്. അത് അവസാനിക്കുന്നതാണ് 7ാമത്തെ ദിവസം, അശ്വതി നാളിലാണ്. അതായത് ഓണം കഴിഞ്ഞ 7ാമത്തെ ദിവസമാണ്. അതെ, അതുകൊണ്ടാണ് ഏഴോണക്കളി എന്നുള്ള പേര് അറിയപ്പെടുന്നത്. ഏഴോണക്കളി. ഏഴോണക്കളി ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തുടർന്ന് പോരുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? അതെ, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു കഥ ഉണ്ടാവൂലേ ഇതിന്റെ? അതിന്റെ ഒരു ഐതിഹ്യം ഉണ്ട്. അതെന്താണാവോ? ആ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മുമ്പ് വിജനമായ സ്ഥലമായിരുന്നു. അപ്പം ഈ പ്രദേശത്തൊക്കെ അടുത്തടുത്തായിട്ടൊക്കെ ഇല്ലങ്ങളുണ്ട്, ഒരുപാട് ഇല്ലങ്ങൾ. അപ്പം ഈ നമ്പൂതിരി ഒരു ഇല്ലത്തുനിന്ന് വേറൊരു ഇല്ലത്തേക്ക് പോവുകയാണോ എന്തോന്നറിയില്ല. അങ്ങനെ നമ്പൂതിരിയും അയാളെ കുട്ടി ഉണ്ണിയും കൂടി വഴിയാത്ര നടക്കുമ്പം ഈ കാട്ടിലകപ്പെട്ട് ഇങ്ങനെ പിന്നെ നരി പിടിക്കാൻ നോക്കുകയാണ്. ആ അവസരത്തിൽ ഇവിടെയെല്ലാം കാടായിരുന്നു. ആ കാട്ടിലകപ്പെട്ടു പോയതാണ്. അപ്പം ഉണ്ണിയെ നരി പിടിക്കുമ്പം നമ്പൂതിരി എന്റെ ഉണ്ണിയെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് കാട്ടാളന്മാരെ വിളിക്കുകയാണ്. കാടുകളിലൊക്കെ കാട്ടാളന്മാരെ നിറയുണ്ട്. അപ്പം കാട്ടാളന്മാര് ഞങ്ങൾ രക്ഷിക്കും, ഉണ്ണിയെ ഞങ്ങൾ രക്ഷിച്ചോളാന്ന് വാക്കു കൊടുക്കുകയാണ്. അവസാനം കാട്ടാളനോട് പറയും, നിനക്ക് പിന്നെ സ്വർണം തരും, പിന്നെ വള തരും. അങ്ങനെ പറയുമ്പം പിന്നെ ഇയാൾ പറയുന്നതാണ്, കാട്ടാളന്മാർ പറയുകയാണ്, കുടലുമാന്തിയും പണ്ടം കലക്കിയും ഞങ്ങൾ ഉണ്ണിയെ രക്ഷിക്കും, നരിയിൽ നിന്ന് രക്ഷിക്കും വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ കാട്ടാളന്മാർ വാക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടും രക്ഷ നേടാൻ പറ്റിയില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്പൂതിരി എന്ത് ചെയ്യാണ്, തന്റെ കയ്യിലുള്ള താളിയോല ഗ്രന്ഥം എടുത്തിട്ട് സ്തുതിക്കുകയാണ്, ദേവിയെ സ്തുതിക്കുകയാണ്. ഇവിടെയുള്ള ഈ അമ്പലത്തിലുള്ള ദേവിയെ സ്തുതിക്കുകയാണ്. ദേവിയെ സ്തുതിക്കുന്നതോടുകൂടി പിന്നെ നരി ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ നരി അവിടുന്ന് പിന്നെ ഇയാളെ ഉണ്ണിയെ രക്ഷിച്ച് ഉണ്ണിയെ ആക്രമിക്കാതെ രക്ഷപ്പെടുന്നതാണ്. ശരി. ആ ദേവിയുടെ ശക്തിയിൽ നരി പോവുകയാണ് ചെയ്യുന്നത്. കാട്ടാളന്മാർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. കാട്ടാളന്മാർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദേവിയെ സ്തുതിക്കുന്നത്. ഓക്കെ. അപ്പൊ ദേവി വന്ന് രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. അല്ലേ? അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതെങ്ങനെ നമ്മൾ എല്ലാ വർഷവും ഏഴോണക്കളി 7ാമത്തെ ദിവസം തിരുവോണം നാളിൽ 7ാമത്തെ ദിവസമാണ് അവസാനിക്കുന്നത്. ഇത് വലിയൊരു ഗംഭീര പരിപാടിയായിട്ടാണോ ഇവിടെ ആഘോഷിക്കുന്നത്? ഇതിന് പിന്നെ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ 7ാമത്തെ ദിവസം വൈകുന്നേരം ഇഷ്ടം പോലെ ആൾക്കാർ വരും. 4 ഭാഗത്തുനിന്നും ആൾക്കാർ വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് തെയ്യമ്പാടി കുറുപ്പിന്റെ എഴുന്നള്ളത്തും. ഏത് ക്ഷേത്രമാണ് ഇവിടെ കൂനിയോട് പടിക്കൽ ഭഗവതി ക്ഷേത്രം. കൂനിയോട് പടിക്കൽ ഭഗവതി ക്ഷേത്രത്തിലുള്ള എഴുന്നള്ളത്തുണ്ട്. അതിൻ്റെ കൂടെ ജനങ്ങളും ഉണ്ടാവും, നാട്ടുകാരെല്ലാം കൂടി അകമ്പടിയോട് കൂടിയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ട് ആൽത്തറേന്റെ മുകളിലേക്ക് കുറുപ്പ് റോഡിലുള്ള ആൽത്തറയിൽ. അതെ, ആൽത്തറേമ്പിൽ ഇരിപ്പടം ഉണ്ട്, അതിന്റെ മുകളിൽ ഇരുന്ന് വീക്ഷിക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, താഴേന്ന് തൊഴുത് 4 ഭാഗത്തും തൊഴുത് കുമ്പിട്ട് പിന്നെ അതിനുശേഷമാണ് ഒരു ഭാഗത്തു നിന്ന് അരി വരും. പിന്നെ തൊടുവയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്പൂതിരി ഉണ്ണി കാട്ടാളന്മാർ വരും. ഇതെല്ലാം സംഗമിക്കുകയാണ് അങ്ങാടിയിൽ. പണ്ടുള്ള കഥയെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു 7 പ്രദക്ഷിണം, 3 പ്രദക്ഷിണം നരിയും 7 പ്രദക്ഷിണം കാട്ടാളനും പിന്നെ നമ്പൂതിരി എല്ലാം കൂടിയിട്ട് ആകെ 7 പ്രദക്ഷിണം ഉണ്ടാവും. അതോടുകൂടി ഓണക്കളി കണ്ടതിൻ്റെ തൊട്ട് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. പെട്ടെന്ന് കഴിയും. അതോടുകൂടി ഇത് കഴിയും. ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. ഓക്കെ. വിജയൻ നായർ, ഒരുപാട് സന്തോഷം ഇന്ന് തുഷാരം ബ്ലോഗ്സിന് ഇത്രയും അനുഭവങ്ങൾ, കഥകൾ പറഞ്ഞു തന്നതിന്. ഓക്കെ, താങ്ക് യു.